എന്താണ് സിസ്റ്റം? സിസ്റ്റം ഈസ് എനിത്തിങ് അണ്ടർ ഒബ്സർവേഷൻ. എന്ത് സാധനം നമ്മൾ നോക്കുന്നത്, എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആ സാധനത്തെ നമുക്ക് സിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റും. സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം ഒഴികെ ബാക്കിയുള്ള സാധനം നമുക്ക് സറൗണ്ടിങ് വിളിക്കാൻ പറ്റും. അപ്പോൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് ആണ് യൂണിവേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സിസ്റ്റം എന്തുകൊണ്ട് സെപ്പറേറ്റ് ആവുന്നത്? സിസ്റ്റം ഒരു ബൗണ്ടറി പ്രകാരമാണ്, ഒരു ബൗണ്ടറിയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ചായൻ്റെ കപ്പാണെങ്കിൽ ആ ചായ ആയിരിക്കും ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ബൗണ്ടറീസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ബൗണ്ടറി, ഓക്കെ, അത് നമ്മൾ പറയും പെർഫെക്റ്റ് ബൗണ്ടറി എന്ന് പറയും, നമുക്ക് കാണാൻ സാധിക്കുന്ന ബൗണ്ടറി. ഇപ്പോൾ ചായൻ്റെ കേസിലാണെങ്കിൽ ചായൻ്റെ കപ്പ്, ഈ ചായൻ്റെ കപ്പ്, ചായൻ്റെ കപ്പ് നമുക്ക് പെർഫെക്റ്റ് ബൗണ്ടറി എന്ന് പറയാൻ പറ്റും. ഇനി ഇവിടെ ഈ ഒരു നമ്മൾ ലിഡൊന്നും കൊടുക്കാണ്ട് തന്നെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ പ്രത്യേകിച്ച് ബൗണ്ടറി ഇല്ല, വിസിബിളായിട്ട് ബൗണ്ടറി ഇല്ല, പക്ഷെ നമുക്ക് പറയാൻ പറ്റും അവിടെ ഒരു ആക്ച്വലായിട്ട് ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അതിന് ഇമാജിനറി ബൗണ്ടറി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ ബൗണ്ടറീസ് ഏത് ടൈപ്പ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വേറെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഡയതെർമിക് ഉണ്ട്, അഡിയാബാറ്റിക് ഉണ്ട്. ഡയതെർമിക്കിലൂടെ എന്താണ് മാസിൻ്റെ ഫ്ലോ ഒന്നും കടത്തി വിടില്ല, പക്ഷേ ഹീറ്റ് ഫ്ലോ കടത്തി വിടും. അതേപോലെ അഡിയാബാറ്റിക്കിൽ കംപ്ലീറ്റ്ലി ഹീറ്റ് ഫ്ലോ തടഞ്ഞു. ദാറ്റ് മീൻസ് എന്താണ് ചായയല്ല ആ ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിൻ്റെ ഉള്ളിലോട്ടേക്ക് ഹീറ്റ് വരുമില്ല, ഉള്ളിലുള്ള ഹീറ്റ് പുറത്തോട്ടേക്ക് വരുമില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി എക്സാമ്പിൾ, വാട്ട് ഹാപ്പൻസ് വെൻ മീത്തേൻ അണ്ടർഗോസ് കമ്പഷൻ ഇൻ സിസ്റ്റം എ ആൻഡ് സിസ്റ്റം ബി. ഓക്കെ, മീത്തേൻ അണ്ടർഗോ കമ്പഷൻ. മീത്തേൻ്റെ പ്രത്യേകത എന്താണ്? മീത്തേന് കമ്പഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എക്സോതെർമിക് പ്രോസസ്. എക്സോതെർമിക് പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ എക്സോതെർമിക് പ്രോസസ് ആണെങ്കിൽ മീത്തേൻ ഇങ്ങനെ ഹീറ്റ് പുറത്തോട്ടേക്ക് വിടും. ഓക്കെ, ഇപ്പോൾ പുറത്ത് തൽക്കാലം 27 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെ ആവുന്ന സമയത്ത് ഹീറ്റ് പുറത്തോട്ടേക്ക്, അപ്പോൾ അഡിയാബാറ്റിക് സിസ്റ്റത്തിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഹീറ്റ് പുറത്തോട്ടേക്ക് പോകത്തില്ല, ഹീറ്റിന് പുറത്തോട്ടേക്ക് പോകാൻ സാധ്യതയില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ വളരെ അധികം ഇൻക്രീസ് ആവും. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ എന്താവും? ഇൻക്രീസ് ആവാൻ തുടങ്ങും. ഓക്കെ, ഇനി ഇവിടെ ആണെങ്കിലോ, ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ എന്ന് വെച്ചാൽ ഇത് ഡയതെർമിക് സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ ഹീറ്റ് പുറത്തോട്ടേക്ക് നല്ല രീതിയിൽ വിടും, ഹീറ്റ് നല്ല രീതിയിൽ പുറത്തോട്ടേക്ക് വിടും. പക്ഷേ ഇത് ഇവിടെ എന്താണ് ഹീറ്റിനെ പുറത്തോട്ടേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്, കാരണം ഡയതെർമിക് ആയിട്ടുള്ള ബൗണ്ടറിയാണ്. ഡയതെർമിക് ബൗണ്ടറി ആണെങ്കിൽ എന്താ ആദ്യം ഒന്ന് ടെമ്പറേച്ചർ ഇൻക്രീസ് ആണ്, 27 ഡിഗ്രി സെൽഷ്യസ്. ആദ്യം എന്താ ഇവിടെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ, പുറത്തുള്ള ടെമ്പറേച്ചർ ആയിരിക്കും ഉള്ളിലുള്ള ടെമ്പറേച്ചർ ഉണ്ടാവുക. ഓക്കെ, ആ 27 ഡിഗ്രി സെൽഷ്യസ് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്താവും 180 ആവും, നല്ല രീതിയിൽ കൂടും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്താ ഹീറ്റൊക്കെ പുറത്തോട്ടേക്ക് വിട്ട് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചർ ആയിട്ട് ഈക്വേറ്റ് ആവും. അറ്റ്മോസ്ഫിയറിൽ എന്താണ് ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് 27 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറും. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താണ് എഫക്റ്റീവ്ലി എന്താണ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതൊരു ജെയ് മെയിൻസിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഇനി അടുത്ത ടൈപ്സ് ഓഫ് സിസ്റ്റം ഉണ്ട്. സിസ്റ്റം ഏത് തരത്തിലുണ്ട്? ഒന്ന് ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റത്തിലൂടെ എന്താണ് ഓപ്പൺ സിസ്റ്റം? ഒരു ചായൻ്റെ കപ്പ് ഓപ്പൺ സിസ്റ്റമാണ്, അതൊന്നും പൂട്ടിയിട്ടില്ലല്ലോ. അപ്പം പുറത്തോട്ടേക്ക് നമുക്ക് മാസ്സായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമുക്ക് ചായ എക്സ്ട്രാ വേണേൽ ആഡ് ചെയ്യാം, ചായ വേണേൽ ഒഴിക്കാം, എന്ത് ചെയ്യാൻ പറ്റുക. പിന്നെ ഹീറ്റ് പുറത്തോട്ടേക്ക് വിടുക. ആ ഒരു എന്താണിത് അഡിയാബാറ്റിക് കോളൊന്നും അല്ല. അപ്പോൾ എന്നാൽ ഡെൽറ്റ എമ്മും ഡെൽറ്റ ക്യൂവും 0 അല്ല എന്ന് പറയാൻ പറ്റും, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതേപോലെ ക്ലോസ് സിസ്റ്റം ആണെങ്കിലോ, ക്ലോസ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഡെൽറ്റ എം 0 എന്ന് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി എക്സ്ട്രാ മാസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, മീൻസ് ചായ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഹീറ്റ് പുറത്തോട്ടേക്കും, കാരണം ഇത് ഡയതെർമിക് ആയിട്ടുള്ള വോളാണ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് എന്താണ്? ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ പാക്ഡ് ആയിട്ട് നമുക്ക് തെർമോ ഫ്ലാസ്ക് എന്നൊക്കെ പറയുന്ന സിസ്റ്റമാണ്. ആ ടൈപ്പ് സാധനം, ആ ടൈപ്പ് സാധനത്തിൽ പ്രത്യേകത എന്താണ്? നമുക്ക് ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, ദാറ്റ് മീൻസ് മാസ് ട്രാൻസ്ഫർ ഒന്നും നടത്താൻ പറ്റില്ല, അതേപോലെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, പെർഫെക്റ്റ് എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ പറഞ്ഞ തെർമോ ഫ്ലാസ്ക് ഉണ്ടല്ലോ, തെർമോ ഫ്ലാസ്കിലും കുറച്ചൊക്കെ ഡെൽറ്റ എച്ച് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഡെൽറ്റ എച്ച് എന്നല്ല ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത്, ഡെൽറ്റ ക്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റുള്ളൂ, ശരിക്കും 0 എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ കുറച്ചൊക്കെ ഹീറ്റൊക്കെ ഏത് ഫ്ലാസ്ക് അല്ല, ഈ ഒരു ഫ്ലാസ്കും ഈ ലോകത്തിൽ പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട് കുറച്ച് ഹീറ്റൊക്കെ പുറത്തോട്ടേക്ക് പോകും. പക്ഷേ നല്ല രീതിയിൽ ഏകദേശം വളരെ കുറച്ചേ പോകുള്ളൂ. പക്ഷേ നമുക്ക് പറയാൻ പറ്റും എന്താണ് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂണിവേഴ്സാണ് ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയാൻ പറ്റുക. കാരണം യൂണിവേഴ്സിൻ്റെ ഡെൽറ്റ ക്യൂ അതെന്തായാലും പെർഫെക്റ്റ്ലി 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ ഡെൽറ്റ എം അതും 0 എന്ന് പറയാൻ പറ്റും പെർഫെക്റ്റ്ലി. ഓക്കെ, പിന്നെ ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഓരോന്നിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ് ക്ലോസ് ഏതൊക്കെ ഐസൊലേറ്റഡ് എന്ന് അറിയാം. ഇനി നമുക്ക് ഒരു വളരെ യൂസ്ലെസ് ആയിട്ടുള്ള ലോ ആണ്, ഇതാണ് നമ്മുടെ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇപ്പം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന സിസ്റ്റം ബി എന്ന് പറയുന്ന സിസ്റ്റമായിട്ട് തെർമോഡൈനാമിക്കലി അങ്ങനെ ഇക്വിലിബ്രിയത്തിലാണ്. തെർമോഡൈനാമിക്കലി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ തെർമൽ ഇക്വിലിബ്രിയത്തിൽ, ദാറ്റ് മീൻസ് ഇയാളുടെ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു ഇയാളുടെ ടെമ്പറേച്ചർ എന്ന്. അങ്ങനെയാണെങ്കിൽ അതേപോലെ ബി സി ആയിട്ടും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എ സി ആയിട്ടും തെർമൽ ഇക്വിലിബ്രിയം. ഓബ്വിയസ് തന്നെ അല്ലേ? ഓക്കെ, ഇയാളുടെ ടെമ്പറേച്ചർ ഈക്വൽ ആണ്. അപ്പോൾ ഇയാളുടെ ടെമ്പറേച്ചർ ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എയുടെ ടെമ്പറേച്ചർ അതേപോലെ സിയുടെ ടെമ്പറേച്ചറും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത് വളരെ
നോർമലായിട്ട് പറയുന്ന കാര്യം തന്നെയല്ലേ. അതാണിത്. സീറോത്തുലോ വലിയ ഉപയോഗമൊന്നുമില്ല. നമുക്കിനി നമ്മൾ റിയാക്ഷൻസിൽ പഠിക്കാൻ പോകുന്ന കുറച്ച് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ട്. എക്സ്റ്റെൻസീവ് ഉണ്ട്, ഇൻറ്റൻസീവ് ഉണ്ട്. അപ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ amount of മാറ്ററിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസിന് നമുക്ക് പറയാൻ പറ്റും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന്. അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അതേപോലെ amount of മാറ്ററിൽ തീരെ ഡിപ്പെൻഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ എന്താണ് amount ഓഫ് സിസ്റ്റത്തിൽ തീരെ ഡിപ്പെൻഡ് ചെയ്യാത്ത ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസിനെ നമുക്ക് വിളിക്കാൻ പറ്റും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാൻ പറ്റും. ഇവിടെ നോക്ക് മാസ് വോളിയം. ഓക്കെ, മാസ് വോളിയം ഇൻറ്റൻസീവ് ആണോ എക്സ്റ്റെൻസീവ് ആണോ നിങ്ങൾ വിചാരിച്ച് നോക്ക്. ഞാൻ ഒരു 10 കിലോഗ്രാം ബോക്സ് എടുത്തു. ഓക്കെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക 10 ലിറ്റർ വാട്ടർ എടുത്ത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ വോളിയം എന്ന് പറഞ്ഞാൽ അത് 10 ലിറ്ററാണ്. ഓക്കെ, ഞാൻ ഇനി അതിൻ്റെ അകത്തേക്ക് എക്സ്ട്രാ വാട്ടർ ആഡ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ അകത്ത് എക്സ്ട്രാ വാട്ടർ ആഡ് ചെയ്തതിന് സ്വാഭാവികമായിട്ടും വോളിയം കൂടുന്നുണ്ട്. ദാറ്റ് മീൻസ് amount കൂടുന്നതിനനുസരിച്ചിട്ട് ഈ പറഞ്ഞ പ്രോപ്പർട്ടി കൂടുന്നുണ്ട്. ദാറ്റ് മീൻസ് യു കുഡ് സേ വോളിയം ഈസ് എക്സ്റ്റെൻസീവ് എന്ന് പറയാൻ പറ്റും. ഇനി മാസ് ആണെങ്കിൽ ഞാൻ വാട്ടർ കൂടുതൽ കൂട്ടി, വാട്ടർ കൂടുതലുണ്ടെങ്കിൽ മാസും സ്വാഭാവികമായിട്ട് കൂടും. സോ വി കുഡ് സേ മാസ് ഈസ് ഓൾസോ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് രണ്ടും കറക്റ്റായി മനസ്സിലായിട്ടുണ്ട്. ശരി, അപ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി അല്ലാത്ത ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആണെങ്കിലോ നോക്ക് ഡെൻസിറ്റി ആണെങ്കിൽ തൽക്കാലം ഇവിടെ എന്താണ് മാസ് എം ആണ്, വോളിയം എം ആണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ മാസ് ബൈ വോളിയം. ശരി, ഞാൻ കുറച്ച് എക്സ്ട്രാ വാട്ടറൊക്കെ ആഡ് ചെയ്ത് ഇവിടെ മാസ് 2m ആയി, അതേപോലെ വോളിയം 2v ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2m ഡിവൈഡ് ബൈ 2v ദാറ്റ് ഈസ് ഈക്വൽ ടു m/v. ഇപ്പോൾ നോക്കി നേരത്തെ ഡെൻസിറ്റിയാണ് ഇപ്പോഴത്തെ ഡെൻസിറ്റി. ദാറ്റ് മീൻസ് amount കൂടുന്നതിന് ഈ പറഞ്ഞ പ്രോപ്പർട്ടിക്ക് വലിയ വ്യത്യാസമില്ല. സോ വി കുഡ് സേ ദാറ്റ് ഡെൻസിറ്റി ഈസ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ മാസ് അത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, വോളിയം എക്സ്റ്റെൻസീവ് ആണ്. അപ്പോൾ രണ്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്തതിന് എപ്പോഴും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയെ കിട്ടുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്, എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി പ്രഷറിൻ്റെ കാര്യം. പ്രഷർ എക്സ്റ്റെൻസീവ് ആണ്, ഇൻറ്റൻസീവ്. അപ്പോൾ നമുക്കൊരു കാര്യം, നമ്മുടെ ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ PV = nRT. സോ P = nRT/V എന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആ സമയത്ത് നോക്ക് N എന്ന് പറഞ്ഞാൽ മോൾസ്. സോ ഇറ്റ്സ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. V എന്ന് പറഞ്ഞാലും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. RT അതിപ്പോൾ മൈൻഡ് ആക്കണ്ട. ടെമ്പറേച്ചർ ആൾക്കാർ കോൺസ്റ്റൻ്റ് ആയിരിക്കാം. R എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ്, അത് മൈൻഡ് ആക്കണ്ട. അപ്പോൾ എക്സ്റ്റെൻസീവ് ബൈ എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇൻറ്റൻസീവ് ആണ്. ദാറ്റ് മീൻസ് അവർ പ്രഷർ ഈസ് എൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഒരു 5 ഗ്രാം H2 ഉണ്ട്, അടുത്ത 5 ഗ്രാം H2, 5 ml H2 രണ്ടും കൂടി ആഡ് ചെയ്തതിന് സ്വാഭാവികമായിട്ടും 10 ഗ്രാം H2O വരും നമ്മുടെ ഈ പറഞ്ഞ ഇതിൻ്റെ ഉള്ളിൽ. അതേപോലെ പിന്നെ എന്താണ് വോളിയം ആണെങ്കിൽ ദാറ്റ് ഈസ് 10 ml H2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഡെൻസിറ്റി? ഒരു കാര്യം നോക്കട്ടെ, നമുക്കിവിടെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ വോളിയം മാസും എങ്ങനെ ചെയ്തത്? വോളിയം മാസം എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ചെയ്തത് അല്ലേ? വോളിയം മാസും ആഡ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ 10 ml കിട്ടിയത്. പക്ഷേ ഡെൻസിറ്റി ഇതേപോലെ ആഡ് ചെയ്യാൻ പറ്റും. ഡെൻസിറ്റി ഇതിൻ്റെ 1, ഇതിൻ്റെയും 1 എന്ന് വെച്ച് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണോ? അല്ല, ഡെൻസിറ്റി 2 ആവില്ല. കാരണം ഡെൻസിറ്റി എന്താണ്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് മാത്രമേ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മൾ ഈ ഇവിടുന്ന് നമുക്ക് കണ്ടെത്തണം. ദാറ്റ് ഈസ് മാസ് ബൈ വോളിയം ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് വരിക. ദാറ്റ് ഈസ് 1 ml per gram ആണ് വരിക. 1 gram per ml എന്ന രീതിയിലാണ് വരാൻ ഡെൻസിറ്റി. ഓക്കെ, നമുക്ക് മൊളാരിറ്റീനെ പറ്റി ചിന്തിച്ച് നോക്കാം. മൊളാരിറ്റി എക്സ്റ്റെൻസീവ് ആണോ അല്ലയോ? അപ്പോൾ ഇവിടെ മൊളാരിറ്റി M ഉണ്ട്, വോളിയം M ഉണ്ട്, HCl സൊല്യൂഷൻ ആണ്. ശരി, അടുത്ത മൊളാരിറ്റി M ഉണ്ട്, വോളിയം ഉണ്ട്. ഓക്കെ, ഇതൊന്ന് ആഡ് ചെയ്യാണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാൻ? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വോളിയം അത് 2v മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇയാളുടെ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ മോൾസ് എന്ന് പറഞ്ഞാൽ MV + MV. ഇതാണ് ടോട്ടൽ മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ദാറ്റ് ഈസ് 2v ദാറ്റ് ഈസ് ഈക്വൽ ടു 2mv ഡിവൈഡ് ബൈ 2v 2m. സോ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ വീണ്ടും M തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ മൊളാരിറ്റി എന്താണ്? എമൗണ്ട് കൂടുന്നതനുസരിച്ച് വലിയ വ്യത്യാസമില്ല. ദാറ്റ് മീൻസ് മൊളാരിറ്റി ഈസ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഡൺ. ഇനി പോട്ടെ, എന്നാൽ അവർ അങ്ങനെയാണെങ്കിൽ വോളിയം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. വോളിയം മാറ്റിയിട്ട് അപ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് ടോട്ടൽ ഈ പറഞ്ഞ കണ്ടെയ്നറിൽ ടോട്ടൽ മോൾസ് ആണ് ദാറ്റ് ഈസ് MV + 2mv ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ദാറ്റ് ഈസ് 3v. സോ 3mv ഡിവൈഡഡ് ബൈ 3v 333m. സോ നമുക്ക് വീണ്ടും M കിട്ടുന്നുണ്ട്. സോ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഒബ്വിയസ്ലി ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് കിട്ടും. ഇനി എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എങ്ങനത്തെ പ്രോപ്പർട്ടീസ്? എക്സ്റ്റെൻസീവ് ആണ്, ഇയാളും എക്സ്റ്റെൻസീവ് ആണെങ്കിൽ എക്സ് + y = ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി തന്നെയായിരിക്കും കിട്ടാൻ. അതേപോലെ x - y എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അതേപോലെ xy എന്ന് പറഞ്ഞാലും അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി തന്നെ ആയിരിക്കും. ഇനി x/y, x എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസീവ്, y എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസീവ് എന്നേരം നമുക്ക് കിട്ടാൻ ഇൻറ്റൻസീവ്.
സോ ഈ കേസിൽ മാത്രമേ നമുക്കൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി കിട്ടുള്ളൂ. ദാറ്റ് ഈസ് രണ്ടുപേരും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി കിട്ടുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു പ്രോപ്പർട്ടി ഇൻറ്റൻസീവ് ആണോ ഒരു പ്രോപ്പർട്ടി എക്സ്റ്റെൻസീവ് ആണോ എന്ന് കണ്ടെത്താൻ നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, രണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഐദർ നമുക്ക് ഇപ്പം ഡെൻസിറ്റിയിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡെൻസിറ്റി ഇങ്ങനെ ഒരു ഇതിൻ്റെ ഫോർമുല അറിയാം, ദാറ്റ് ഈസ് മാസ് ബൈ വോളിയം എന്ന് നമുക്ക് അറിയാം. അങ്ങനെ മാസ് എക്സ്റ്റെൻസീവ് ആണ്, വോളിയം എക്സ്റ്റെൻസീവ് ആണ്, സോ ഡെൻസിറ്റി ഇൻറ്റൻസീവ് ആണെന്ന് ഇങ്ങനെ പറയാൻ പറ്റും. പക്ഷേ എല്ലാത്തിൻ്റെയും ഈ തരത്തിലുള്ള ഫോർമുല നമുക്ക് കിട്ടണം എന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ മെത്തേഡ് എന്താണ്, ഒരു പെർട്ടിക്കുലർ കണ്ടെയ്നർ ഉണ്ട്, പെർട്ടിക്കുലർ കണ്ടെയ്നർ നമ്മൾ ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ശരി, നമ്മൾ എന്ത് ചെയ്യും, ഇനി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എല്ലാം ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ പെർട്ടിക്കുലർ കണ്ടെയ്നറിനെ പകുതിയാക്കും, ഹാഫ് ആക്കും. ഓക്കെ, അങ്ങനെ ഹാഫ് ആക്കുന്ന സമയത്ത് ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണോ കുറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടീസിലാണോ വ്യത്യാസം വരുന്നത്. കാരണം ഹാഫ് ആക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അമൗണ്ട് ഓഫ് മാറ്റേഴ്സ് നമ്മൾ കുറക്കുന്നുണ്ട് അല്ലേ. അമൗണ്ട് ഓഫ് മാറ്റേഴ്സ് കുറയുന്നതനുസരിച്ച് ഏതൊക്കെ പ്രോപ്പർട്ടീസിലാണ് വ്യത്യാസം വരുന്നത്. മോൾസിന് വ്യത്യാസം ഉണ്ടാവും, ഡെഫിനറ്റ്ലി മോൾസ് വ്യത്യാസം ഉണ്ടാവും, സോ ദിസ് ഈസ് എക്സ്റ്റെൻസീവ്. വോളിയത്തിൽ വ്യത്യാസം ഉണ്ടാവും, സ്വാഭാവികമായിട്ടും വോളിയത്തിൽ വ്യത്യാസം ഉണ്ടാവും, സോ ദിസ് ഈസ് എക്സ്റ്റെൻസീവ്. ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാവും, അല്ല ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാവും, ഇല്ല ഒരു ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാവും, സോ ദിസ് ഈസ് ഇൻറ്റൻസീവ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇനി പ്രഷറിൽ വ്യത്യാസം ഉണ്ടാവുക, പ്രഷറും ഇല്ല, സോ ദിസ് ഈസ് ഇൻറ്റൻസീവ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആ രീതിയിൽ ചിന്തിക്കണം. ഇനി നമ്മളെല്ലാ കോൺസെൻട്രേഷൻ ടേംസും എന്താണ് ഇൻറ്റൻസീവ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷന് അത് ഇത്ര അമൗണ്ടിൽ സൊല്യൂഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത്ര അമൗണ്ടിൽ സൊല്യൂഷൻ ആയിക്കോട്ടെ, രണ്ടും ഒരേ സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, വെയിറ്റ്, പെർസെൻറ്റേജ് വെയിറ്റ് ബൈ വെയിറ്റ്, പെർസെൻറ്റേജ് വോളിയം ബൈ വോളിയം, ഇതൊക്കെ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അബൌട്ട് ദി അമൗണ്ട് ഓഫ് മാറ്റർ, ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഓൾ ദ എനർജി ടേംസ് ഓഫ് സിസ്റ്റം ആർ എക്സ്റ്റെൻസീവ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എനർജി ടേംസ്, ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി എനർജി, ഇതൊക്കെ അമൗണ്ടിൽ വ്യത്യാസപ്പെടുന്നുണ്ട്. ഓക്കെ, അതറിയാം. കാരണം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് mv², ദാറ്റ് മീൻസ് മാസ് വ്യത്യാസം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് m×v, മാസും വോളിയം എക്സ്റ്റെൻസീവ്. എന്നാൽ നമുക്ക് ഈ കിട്ടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റും. ഓക്കെ, എന്നാൽ ഓൾ ടൈപ്സ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് സിസ്റ്റം അതല്ലേ ഇൻറ്റൻസീവ്, ഇയാൾ ഇൻറ്റൻസീവ് ഒരിക്കലും അമൗണ്ടിൽ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ. നമ്മൾ വിചാരിച്ചു നോക്കും, ഒരു ml വാട്ടർ എടുക്കാൻ എന്താണ് വേപ്പറിലേക്ക് ചൂടാക്കാൻ എടുക്കുന്ന ബോയിലിംഗ് പോയിന്റ്, അതേപോലെ ഒരു ലിറ്റർ വാട്ടറിനെടുത്ത് വേപ്പറാക്കാൻ എടുക്കുന്ന അമൗണ്ടും സെയിം തന്നെയല്ലേ. അമൗണ്ട് അല്ല, എന്താണ് ബോയിലിംഗ് പോയിന്റ് സെയിം തന്നെയല്ലേ. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്നല്ല നമ്മൾ പറയുമല്ലോ, ബോയിലിംഗ് പോയിന്റ് ദിസ് ഗ്രാം ഓഫ് വാട്ടർ അങ്ങനെ പറയലുണ്ടോ, ഇല്ല. ഓക്കെ, ഓൾ ദോസ് പ്രോപ്പർട്ടീസ് ഹാവിങ് സ്പെസിഫിക് ഓർ മോളാർ, ഈ ടേമും ഉള്ള എല്ലാ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും, ഇൻറ്റൻസീവ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, ഇൻറ്റൻസീവ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം ഹീറ്റ് കപ്പാസിറ്റിൻ്റെ കാര്യം നോക്കാം. നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി എന്താ നോക്കാം. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് ഉണ്ട്, എന്തോ ഒരു സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, ഇതാണ് നമ്മുടെ സബ്സ്റ്റൻസ് വിചാരിച്ചോ. ഈ സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ എന്താണ് 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടി നമ്മൾ പുറത്തുനിന്ന് കൊടുക്കേണ്ട ഹീറ്റാണ് ഹീറ്റ് കപ്പാസിറ്റി. സോ ദി അമൗണ്ട് ഓഫ് ഹീറ്റ് ദാറ്റ് ഈസ് റിക്വയർഡ് ടു ഇൻക്രീസ് ദി ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹീറ്റ് കപ്പാസിറ്റി. അങ്ങനെയാകുന്ന സമയത്ത് ഇത് അമൗണ്ടിൽ വ്യത്യാസപ്പെടുന്നുണ്ടോ ഇല്ലയോ ചിന്തിച്ച് നോക്ക്. ഹീറ്റ് കപ്പാസിറ്റി ജസ്റ്റ് എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് ആണ് ചിന്തിക്കണമെങ്കിൽ എന്ന് വിചാരിച്ച് നോക്ക്. ഞാനിപ്പോൾ 1 കിലോഗ്രാം സബ്സ്റ്റൻസ് എടുത്ത് അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് ഹീറ്റ് കൊടുത്ത്, അതേപോലെ ഒരു 2 കിലോഗ്രാം സബ്സ്റ്റൻസ് എടുത്ത് അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രിനേക്കാളും 1 ഡിഗ്രി കൂട്ടാൻ വേണ്ടി നമ്മൾ ഹീറ്റ് കൊടുത്ത്, അതേപോലെ ഒരു 50 കിലോഗ്രാം സബ്സ്റ്റൻസ് ഉണ്ട്, അയാളുടെ ടെമ്പറേച്ചർ നമ്മൾ ഇത്ര കൊടുക്കുന്നത് ഒരു Z ഹീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി കൂടുതൽ മാസ് ഉള്ള ആളുടെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടാനായിരിക്കും കൂടുതൽ ഹീറ്റ് വേണ്ടത്. സോ Z ഗ്രേറ്റർ ദാൻ Y ഗ്രേറ്റർ ദാൻ X എന്ന് നമുക്ക് പറയാൻ പറ്റും സ്വാഭാവികമായിട്ടും, റൈറ്റ്. സോ ദാറ്റ് മീൻസ് അമൗണ്ട് ഓഫ് മാറ്ററിൽ എന്താണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഇനി അതിൻ്റെ മുകളിൽ ഒരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിൻ്റെ ഹീറ്റ് കൂട്ടാൻ വേണ്ടി ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടിയിട്ടല്ല, ഒരു ഗ്രാം സബ്സ്റ്റൻസ്, ഏതോ ഒരു സബ്സ്റ്റൻസ്, ഇപ്പോൾ തൽക്കാലം പറയാം നമുക്ക് ഒരു മനുഷ്യൻ. ഓക്കെ, ആ മനുഷ്യൻ്റെ 1 ഗ്രാം എടുത്തിട്ട് അയാളുടെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ പറഞ്ഞ എക്സ്റ്റേണൽ ഹീറ്റാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് ഒരു 1000 കിലോഗ്രാം ഉള്ള ഒരു മനുഷ്യനായാലും 2000 കിലോഗ്രാം ആയുള്ള മനുഷ്യനായാലും അയാളുടെ 1 ഗ്രാം എടുത്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടി എടുക്കുന്ന ഹീറ്റ് സെയിം ആണോ അല്ലയോ? ഡെഫിനറ്റ്ലി സെയിം ആണ്. അതുകൊണ്ട് തന്നെ അത് 1000 ഗ്രാം ആയാലും 2000 ഗ്രാം ആയാലും 3000 ഗ്രാം ആയാലും ആ ഒരു മനുഷ്യൻ്റെ 1 ഗ്രാം എടുത്തിട്ടുള്ള ആ ഹീറ്റ് എന്തായിരിക്കണം, അത് സെയിം ആവണം അല്ലേ.
അതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സോ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി amount ഓഫ് മാറ്റർ. സോ വി കുഡ് ഓൾസോ സേ ദാറ്റ് സ്പെസിഫിക് കപ്പാസിറ്റി ഈസ് എൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് എൻ എന്തെന്നാ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ എല്ലാ ഈക്വലിബ്രിയം കോൺസ്റ്റൻറ്റും ഇൻറ്റൻസീവ് ആണ്, അതൊരിക്കലും അമൗണ്ടിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവന്മാരൊക്കെ എന്താണ് ഈക്വലിബ്രിയം കോൺസ്റ്റൻസ് ആണ്, ഇവരൊക്കെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്, കാര്യം മനസ്സിലാക്കുക. ഇനി ആരൊക്കെയാണ് ഇൻറ്റൻസീവ്, നമ്മളിനി സിലബസ് ഇങ്ങനെ മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എല്ലാ ടേംസിനെ പറ്റി കെമിസ്ട്രിയിലുള്ള എല്ലാ ടേംസിനെ പറ്റി നല്ല ഒരു ധാരണ ഉണ്ടാവും. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ആരൊക്കെയാണ് ഇൻറ്റൻസീവ് ആരൊക്കെയാണ് എക്സ്റ്റെൻസീവ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ അറ്റ് ദി എൻഡ് നമുക്ക് പറയാൻ പറ്റും എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ അമൗണ്ടിൽ ഡിപ്പെൻഡ് ചെയ്യും. എക്സ്റ്റെൻസീവ് അമൗണ്ടിൽ ഡിപ്പെൻഡ് ചെയ്യും, ഇൻറ്റൻസീവ് അമൗണ്ടിൽ ഡിപ്പെൻഡ് ചെയ്യൂല. അത്രേ ഉള്ളൂ. amount ഓഫ് മാറ്റർ amount ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യൂല. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ.